E20 പെട്രോൾ വിവാദത്തിൽ ഇതാ മലക്കം മറിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ചില വാഹനങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നാണ് പുതിയ നിലപാട്. കേന്ദ്രത്തിന്റെ ഈ നിലപാടിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. നിതിൻ ഗഡ്കരിയുടെ മറുപടി കേന്ദ്രത്തിന്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്നതാണെന്ന് എ റഹീം MP കുറ്റപ്പെടുത്തി. പരാതി ഉന്നയിക്കുന്ന ജനങ്ങളെയാകെ വല്ലാതെ അവഹേളിക്കുന്ന വിധമാണ് സർക്കാർ അവരുടെ നിലപാടും മറുപടിയും വ്യക്തമാക്കിയത്. പാർലമെന്റിൽ എനിക്ക് നൽകിയ മറുപടി പുറത്ത് ARI ഡയറക്ടർ പറഞ്ഞ മറുപടിയിൽ നിന്ന് ഘടകവിരുദ്ധമാണ്. ആ ഘടകവിരുദ്ധമായ മറുപടി നൽകിയതിനെതിരെ ഞാൻ ഇത് പ്രതിപാദിച്ച് രാജ്യസഭാ ചെയർമാന് നോട്ടീസ് നൽകും. YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ്, നേരത്തെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിടത്തു നിന്ന് ചെറിയ രീതിയിലെങ്കിലും ചില വാഹനങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന പുതിയ നിലപാടിലേക്ക് നിതിൻ ഗഡ്കരി എത്തുകയാണ്. ഈ വിഷയമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇതിൽ ഭയമില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പഠന റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നില്ല, ഇതിലെ പ്രശ്നങ്ങൾ എന്തെന്ന് കൃത്യമായി പറയുന്നില്ല എന്ന ചോദ്യമാണല്ലോ പ്രതിപക്ഷ നിരയിൽ നിന്ന് വരുന്നത്. അഭിനന്ദ്, വിനീത, വിവാദം ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിയുടെ പരാമർശം ഇങ്ങനെയായിരുന്നു: എഥനോൾ കലർത്തിയ പെട്രോൾ വാഹനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കില്ല എന്ന ആവർത്തിച്ചുള്ള പ്രതികരണമാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ അതിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ്. എ റഹീം MP ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി രാജ്യസഭയിൽ നൽകിയതിനകത്താണ് ഇപ്പോൾ മലക്കം മറിച്ചത് വ്യക്തമായി വരുന്നത്. BS3 വാഹനങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ടാകും. BS3 വാഹനങ്ങൾ എന്നത് 2016 മുമ്പ് നിർമ്മിച്ച വാഹനങ്ങളാണ്. ഈ 2016 മുമ്പ് നിർമ്മിച്ച വാഹനങ്ങളുടെ റബ്ബർ ടയറുകൾക്കും ഗ്യാസ്കറ്റുകൾക്കും അടക്കം പ്രശ്നമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി തന്നെ വന്ന് പറയുകയാണ്. വാഹനങ്ങൾ ഈ രാജ്യത്ത് ഓടുന്ന ഒരു തരത്തിലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ള നിലപാടിൽ നിന്ന് ആകെ മാറ്റം നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. 2016 മുമ്പ് നിർമ്മിച്ച വാഹനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമെന്ന് രാജ്യസഭയിൽ അറിയിക്കുന്നു. എഞ്ചിനുമായി ബന്ധപ്പെട്ട തകരാറുകൾ ഒന്നും സംഭവിക്കില്ല എന്ന് നിതിൻ ഗഡ്കരി പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എ റഹീം MP ഉന്നയിച്ച ചോദ്യത്തിനായിരുന്നു മറുപടി. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണവും വന്നു. പ്രതിപക്ഷത്തെ അടക്കം രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ ഇല്ലാതാക്കാനുള്ള ശ്രമം അത് ഭരണപക്ഷം തുടരുന്നുവെന്നാണ് ഇന്ന് എ റഹീം MP വ്യക്തമാക്കിയത്. ഈ മലക്കം മറിച്ചിലിൽ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ തീരുമാനം. വിനീത, ശരി, ഗുരുതരമായ ഒരു വിഷയമാണ്. അതാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യുന്നത്. ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെ കേന്ദ്രമന്ത്രി സമ്മതിക്കുകയാണ് ഈ ഘട്ടത്തിൽ. അഭിനന്ദ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദില്ലിയിൽ നിന്ന്.